പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. ചില സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നത് തന്നെ വിജയിക്കും എന്ന 100% ഹൈപ്പ് പ്രേക്ഷകർക്ക് പകർന്നു കൊടുത്തുകൊണ്ടായിരിക്കും. അത്തരത്തിൽ പ്രേക്ഷകർക്ക് എല്ലാ പ്രതീക്ഷകളും നൽകി വമ്പൻ ഹൈപ്പിൽ ഒരുങ്ങുന്ന ഓണം ചിത്രമാണ് ഭാ ഭാ ഭാ. അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. മലയാള സിനിമയിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ചിലവേറിയ മാസ് ഐറ്റം സോങ് ആണ് ഭാ ഭാ ഭായ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഏകദേശം 1.5 കോടിക്ക് അടുത്താണ് ഭാ ഭാ ഭായിലെ ഈ മാസ് ഐറ്റം സോങ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ലാലേട്ടനും ദിലീപും ഒരുമിച്ചുള്ള ഗാനരംഗത്തിനായി വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ തന്റെ ദീശയെടുത്ത് മീശ വിരിച്ച് നല്ല കട്ട മാസ് അപ്പിയറൻസിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ മാധ്യമങ്ങൾ കൊണ്ടാടിയതാണ്. ലാലേട്ടൻ താടിയെടുത്താൽ KPC ലളിതയാകും എന്നൊക്കെ ഉള്ള രീതിയിൽ നിരവധി വിമർശകർ ട്രോളുകളുമായി സോഷ്യൽ മാധ്യമങ്ങളിൽ ഒരിടയ്ക്ക് വന്നിരുന്നു. ആ വിമർശകരെയെല്ലാം കൂണ്ടിലൊളിപ്പിക്കത്തക്ക രീതിയിലുള്ള മാസ് ഗെറ്റപ്പിലാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഏറ്റവും മികച്ചൊരു മൊമെന്റ് കൂടിയായിരിക്കും ലാലേട്ടനും ദിലീപും ഒരുമിച്ചുള്ള ഈ ഗാനമെന്നും അണിയറ പ്രവർത്തകർ ഉറപ്പിക്കുന്നു. ഇവർക്കൊപ്പം ഒരു തെന്നിന്ത്യൻ താരസുന്ദരി കൂടി ഈ ചിത്രത്തിലുണ്ടെന്ന് അണിയറ പ്രവർത്തകർ പറയാതെ പറയുന്നുണ്ട്. തെന്നിന്ത്യൻ താരറാണി തമന്ന ഭാട്ടിയയാണ് ലാലേട്ടനും ദിലീപിനുമൊപ്പം ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഒരു അനൌദ്യോഗിക വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ലാലേട്ടനും ദിലീപും ഒരുമിക്കുന്ന 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു തകർപ്പൻ ഫൈറ്റ് രംഗവും ചിത്രത്തിലുണ്ടെന്നും അറിയുന്നു. ലാലേട്ടന്റെ കഥാപാത്രത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ രീതിയിലുള്ള വണ്ടിയും അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധി സസ്പെൻസ് എലിമെന്റ്സുകളാണ് ഭാ ഭാ ഭായ്ക്ക് വേണ്ടി അണിയറ പ്രവർത്തകർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവയെല്ലാം കാണാൻ നമുക്ക് ഓണം വരെ കാത്തിരുന്നേ പറ്റൂ.